ഫഹദ്വാസിൽ പറഞ്ഞതിന് ശേഷം ലോകത്തുള്ള എല്ലാവർക്കും ADHD. എന്താണ് ഈ ADHD എന്ന് വെച്ചാൽ? ADHD എന്ന് വെച്ചാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ്. പക്ഷെ പാരന്റ്സ് അത് ഈ ഗൂഗിളിൽ വായിച്ചിട്ട് എന്റെ കുഞ്ഞിന് ADHD ആണെന്ന് പറയും. പക്ഷെ നമ്മളെടുത്തൊരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറെ സ്കെയിൽസും ടെസ്റ്റ് ഒക്കെ ഉണ്ട്. അല്ല, ഇതിപ്പോ മലയാളത്തിൽ നമ്മൾ ഈ കാണുന്നവർക്ക് വേണ്ടിട്ട് പറയുകയാണെങ്കിൽ എന്താണ് മലയാളത്തിൽ പറയുമ്പോൾ ADHD? ആ ഒരു കുഞ്ഞിനിപ്പം അറ്റൻഷൻ ലെവല് കുറവായിരിക്കും, ആക്ടിവിറ്റി ലെവല് നല്ല കൂടുതലായിരിക്കും. ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ചില കുട്ടികൾ നമുക്ക് വരുമ്പോ തന്നെ ഒരു ഐഡിയ കിട്ടും, അവർ ആ ഒരു സിംറ്റംസ് ഒക്കെ അങ്ങനെ നമുക്ക് കാണിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതും നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് ഒറ്റ ഒരു ഇരിപ്പിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും. ഇപ്പൊ ഒരു ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഇൻകംപ്ലീറ്റ് ആക്കിയിട്ട് അടുത്തയിലേക്ക് ചാടും. ന്യൂറോളജിക്കൽ ഇംബാലൻസ് ആണോ? എന്തെങ്കിലും തലച്ചോറുമായി ബന്ധപ്പെട്ട കണക്ഷൻ ഉണ്ട്. പിന്നെ അതിനൊക്കെ നമ്മൾ ഫുള്ള് ഹിസ്റ്ററി കളക്ട് ചെയ്തിട്ടാണ് നമുക്കത് പറയാൻ പറ്റും. അതുകൊണ്ട് വരുന്ന പ്രോബ്ലം എന്താണ് ശരിക്കും? ചില കുട്ടികള് കേട്ടില്ല, ക്ലാസ്സിലിരിക്കാൻ പറ്റുന്നില്ല, എണീറ്റ് നടക്കുന്നു. അക്കാഡമിക്സ് ആയാലും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. പക്ഷെ അവര് ബാക്കി എല്ലാ കാര്യത്തിലും അവര് ചിലപ്പോൾ ഏബിൾ ആയിരിക്കും, നല്ല കെയറിങ് ആയിരിക്കും. എന്താ അവരെ ഡെയിലി ലിവിങ്ങിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് വളർന്നു വരുമ്പോ എന്താ പ്രോബ്ലം വരും? അപ്പൊ അതുകൊണ്ട് ഒന്നിലും അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ ജോലി, റിലേഷൻഷിപ്പ്, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്, നമ്മുടെ ആ ഒരു ഡെയിലി ലിവിങ്ങിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി തെറപ്പി എടുത്തിരിക്കണം. അതൊരു എസ്കേപ്പിസം ആണോ? എസ്കേപ്പിസം അല്ല, ഇതന്നെ ന്യൂറോളജിക്കൽ ഇംബാലൻസ് ആണ് ശരിക്കും. അവർക്ക് അതിനൊരു കൺട്രോൾ ഇല്ല അല്ലെ? നമ്മൾ മുമ്പ് കേട്ടുകേൾവില്ലാത്തൊരു കാര്യമാണ് കുട്ടികളിലെ മാനസിക പ്രശ്നം. അത് കൂടി വരുന്ന സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കൊടുങ്ങല്ലൂരിനടുത്ത് സാഹിബിന്റെ പള്ളി നടയിൽ കിഡ്സ്കേപ്പ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ എന്ന് പറയുന്ന കുട്ടികളുടെ സൈക്കോളജി, ദെൻ കൗൺസിലിംഗ്, തെറപ്പി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനുടമയാണ് ഹസ്നീം അല്ലേ? ഓക്കെ. എത്ര നാളായി നിങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട്? 2024 മെയ്. 1.5 വർഷത്തോളമായി അല്ലേ? എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, നല്ല റെസ്പോൺസ് ആണ്. പക്ഷെ ആ ഒരു കാര്യം ചോദിച്ചോട്ടെ, പണ്ട് നമ്മൾ കുട്ടികൾക്ക് മാനസിക പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കേട്ടുകേൾവി ഇല്ലാത്ത കാര്യമാണ്. ഓക്കെ, അവർ കൊണ്ടും കൊടുത്തും തല്ലുകൂടിയും ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ ജീവിച്ച് ജീവിതം പഠിക്കുന്നു. ഇന്ന് നമ്മൾ ഭയങ്കരമായിട്ട് കുട്ടികളുടെ മാനസിക പ്രശ്നം കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ഓവർ എക്സാജറേറ്റ് ചെയ്യുന്നതാണോ ശരിക്കും? പണ്ടത്തെ കുട്ടികൾ എന്ന് വെച്ചാൽ എല്ലാവരായിട്ടും ഇടപഴകിയും കളിച്ച് ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവർക്ക് കിട്ടിയിരുന്നത്. ജോയിന്റ് ഫാമിലീസ് ആയിരുന്നു. ഇന്ന് എല്ലാവരും ഫാദർ, മദർ, അങ്ങനെ ചില വീടുകളിൽ മാത്രമേ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അവർക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടുന്നില്ല. അപ്പം അവർക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു വൈഫൈ, ടാബ്, ഫോണ്, അങ്ങനത്തെ ഒക്കെ ഒരു ലൈഫ് മതി എന്നുള്ളൊരു, അല്ലെങ്കിൽ വല്ല മാളിൽ പോവാ. ഈ ടാബാണ് ഏറ്റവും വലിയ പ്രശ്നം കുട്ടികളിൽ. കംപ്ലീറ്റ്ലി നമുക്ക് പറയാൻ വയ്യ. നമുക്ക് ആൾക്കാരായിട്ട് ഇടപഴകണം, റെസ്പെക്ട്. ഇപ്പം മുതിർന്ന ആൾക്കാരെ കണ്ടാൽ ഒരു ബിഹേവ് ചെയ്യാനായാലും ആൾക്കാരായിട്ട് ഇടപഴകി പഠിക്കണം എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു സംഗതി ഈ അടുത്ത് എന്നോടൊരു എഡ്യൂക്കേറ്റർ തന്നെ പറഞ്ഞതാണ്. എല്ലാവരും സമൂഹവുമായിട്ട് ഇടപഴകണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ചിലർക്ക് സമൂഹവുമായിട്ട് ഭയങ്കര മുന്നിൽ നിൽക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല, അവർക്ക് പിന്നിലോട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം, അവരുടെ കംഫർട്ട് അതാണ്, അവരുടെ നേച്ചർ അതാണ്. പക്ഷെ നമ്മൾ സമൂഹമാണ് പറയുന്നത് ഒരു മനുഷ്യൻ മാനസികമായിട്ട് ആരോഗ്യമുള്ളവനാകുന്നത് സമൂഹത്തിന്റെ മുന്നിൽ എല്ലാവരുമായിട്ട് ഇടപഴകി നിൽക്കാൻ പഠിക്കുമ്പോഴാണെന്നുള്ളത്. അതിലെന്തോരം വാസ്തവമുണ്ട്. ഒരാൾക്ക് ഇപ്പം ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ ആ ആൾ കുറച്ചും കൂടെ ഒരു കംഫർട്ടബിൾ ആയിരിക്കും അല്ലെ? ഇപ്പൊ നമുക്കായാലും നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുമ്പോൾ ഇപ്പൊ ചില ആൾക്കാർക്ക് ഒരു സ്മോൾ സർക്കിൾ ആയിരിക്കും ഇഷ്ടം. പക്ഷെ എല്ലാ ഒരു സ്കൂളിലായാലും ഫാമിലിയിലായാലും ഒക്കെ അവര് ഓക്കെ ആണ്, അവർക്ക് എല്ലാവരായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. സർക്കിൾ ചെറുതായാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ അതൊരു പ്രശ്നം. ഇപ്പൊ നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നത് വീട്ടില് കുഴപ്പമില്ല, ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ആ കുട്ടി സെന്ററിലോട്ട് വരുമ്പോഴായിക്കോട്ടെ, സ്കൂളിലായിക്കോട്ടെ, ആരായിട്ടും പ്രോപ്പറായിട്ട് ഇടപഴകുന്നില്ല. ടീച്ചേഴ്സ് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ആള് ഫോളോ ചെയ്യുന്നില്ല. ആള് ഭയങ്കര പാസീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികള് വീട്ടിൽ ഭയങ്കരമായിട്ട് ലാളിക്കപ്പെട്ടു വളരുന്ന കുട്ടികളിലാണ് പൊതുവെ ഇത് കണ്ടിട്ടുള്ളത് അല്ലേ? എന്നുവെച്ചാൽ വീട്ടിൽ അവര് പറയുന്നത് എന്തും അവരാണ് രാജാക്കന്മാര്. പുറത്തു പോകുമ്പോ അങ്ങനെയല്ല. അപ്പൊ അവർക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നു, അവർ പരിങ്ങി നിൽക്കുന്നു. ശരിയാണോ ആ ഒരു അസംഷൻ? അതൊരു ഫാക്ടറാണ്. ഒരു കണ്ടീഷന് നമുക്ക് ഒറ്റ റീസൺ കൊണ്ട് നമുക്ക് പറയാൻ പറ്റും. അവർ ഓരോ എൻവയറമെന്റിലും അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്യണം. ഇപ്പൊ എനിക്കൊരു അസസ്മെന്റിന് ഒരു കുട്ടി വന്ന ഇന്നിപ്പോ ഈ കുട്ടി ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെയാണ് ആ കുട്ടി എന്ന് പറയാൻ പറ്റൂല. അപ്പൊ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ആണോ അതോ അത് അവരുടെ നേച്ചർ? പല കുട്ടികൾ പല രൂപത്തിലാണല്ലോ. അവരുടെ നേച്ചറാണ് മിസ്ചിവസ് ആയിട്ടുള്ള കുട്ടികൾ, ഭയങ്കര വികൃതിയുള്ള കുട്ടികൾ. അത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ
അത് അഗ്രസീവായിട്ട് മാറുമ്പോഴാണ് പ്രശ്നമാവുക അല്ലേ? അപ്പൊ ഇത് നിങ്ങൾ ഇത് രണ്ടും തമ്മിൽ എങ്ങനെ തിരിച്ചറിയും നിങ്ങൾ? നമ്മള് ആ ഒരു കുട്ടിയുടെ ഏജ് ഗ്രൂപ്പ് നോക്കും, എന്നിട്ട് മൈൽ സ്റ്റോൺസ് വെച്ചിട്ട് ആ കുട്ടി അഡിക്വേറ്റ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കും. പിന്നെ ഫാമിലി ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഹിസ്റ്ററീസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. പ്ലസ് ആ കുട്ടി സ്കൂളിൽ എങ്ങനെയാ ആൾക്കാരായിട്ട് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാ. ഫാമിലി ഹിസ്റ്ററി ഒരു ഭയങ്കര കാര്യമാണ്. കാരണം ഞങ്ങളുടെ തലമുറയിലൊക്കെ കുട്ടികൾ എന്താണെന്നറിയാതെ കുട്ടികളെ തല്ലി അവരുടെ ഒരു എക്സ്പ്രഷൻ, അവരുടെ ഒരു മെന്റൽ എക്സ്പ്രഷൻ, കുട്ടികൾക്ക് അവർക്കൊരു ശബ്ദമുണ്ടെന്നുള്ളത് അംഗീകരിക്കാൻ പറ്റാത്ത മാതാപിതാക്കളായിരുന്നു ആ കാലത്ത്. അതെ അതെ അതെ. ഇപ്പോഴോ? ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ഇപ്പം കരിക്കുലം ആയാലും ഒക്കെ ഒരു വ്യത്യാസമുണ്ട് കുട്ടികളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച്. പണ്ട് എന്ന് വെച്ചാൽ വെറും വായിക്കുക, എഴുതുക, പഠിക്കുക, എക്സാം, അങ്ങനത്തെ ഒരു ഇപ്പൊ മാതാപിതാക്കൾ തീരുമാനിക്കുന്നു അവരെന്ത് പഠിക്കണം, എന്ത് ചെയ്യണം. സിലബസ് ആയാലും അങ്ങനെയായിരുന്നല്ലോ. ഇപ്പൊ എല്ലാ സ്കൂൾസിലായാലും കുറച്ചും കൂടെ ആക്ടിവിറ്റി ബേസ്ഡ് ആണ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ കരിക്കുലം മാറി, പക്ഷെ മാതാപിതാക്കൾ മാറിയിട്ടുണ്ടോ? അവർക്ക് ഇപ്പോഴും കുറെ ടെൻഷനാണ്. അയ്യോ എന്റെ മോൻ ഫസ്റ്റ് ആയില്ലല്ലോ. അയ്യോ അങ്ങനെയുണ്ടോ? അങ്ങനത്തെ പാരന്റ്സ് ഉണ്ട് ഉണ്ടല്ലേ? ഇല്ല, ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം കുട്ടികളല്ല അവർക്ക് എന്ത് മനസ്സിലാവുന്നുള്ളത്. പക്ഷെ കുട്ടികൾ മഷിക്കടലാസ് പോലെയാണ്, എല്ലാം ഒപ്പിയെടുക്കുന്ന ഒരിതാണല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് ടാബ് മേടിച്ചു കൊടുക്കും, ഏറ്റവും നല്ല സ്കൂളിൽ കൊണ്ടുപോകും, മന്തി മേടിച്ചു കൊടുക്കും, അത് എല്ലാം ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നത്. മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ ആസ്പെക്റ്റും നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ വേണ്ടത് കുട്ടികളുടെ മാനസികാരോഗ്യത്തെ നോക്കുന്നതാണെന്ന് 100% ഉറപ്പുള്ള പേരൻസ് ഉണ്ടോ ഇപ്പോൾ? ഉണ്ടല്ലേ? താങ്ക് ഗോഡ്. പക്ഷേ ഒരു കുട്ടി ഇത്തിരി കുറച്ചൊന്ന് ഒരു ആക്ടിവിറ്റി ലെവൽ കൂടി കഴിഞ്ഞാൽ അപ്പൊ അവരങ്ങനെ എന്റെ കുട്ടി ഹൈപ്പർ ആക്ടിവിറ്റി ആണെന്ന് ലേബൽ ചെയ്യുന്നവരും ഉണ്ട്. അങ്ങനെയുണ്ട്. ഒരു 4 വയസ്സായ കുട്ടി നമ്മളെ അടുത്ത് വന്ന് ഓക്കെ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഒന്നാമത്തെ ഇപ്പൊ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ വായിച്ച് കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കണം. അപ്പൊ നമ്മളങ്ങനെ നോക്കുമ്പോഴേ ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മുടെ കുട്ടികളെല്ലാം ഇന്ത്യ വിട്ടു പോകുന്നത് അമേരിക്കയിൽ നല്ല റോഡ് ഉണ്ടായത് കൊണ്ടോ യൂറോപ്പിൽ സോഷ്യൽ സെക്യൂരിറ്റി ഉള്ളത് കൊണ്ടോ അല്ല. അവർക്ക് അവരുടെ മനസ്സിലുള്ളത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ആൺപെൺ സൗഹൃദങ്ങൾ, ആ വേർതിരിവില്ലാതെ വളരെ മാന്യമായിട്ടുള്ള ഇടപഴകൽ, കാര്യങ്ങൾ, അവർക്ക് ഇഷ്ടമുള്ളവരെ സ്നേഹിക്കാം, ഇഷ്ടമുള്ള ജോലി, ആ ഒരു മെന്റൽ ഫ്രീഡം അതുള്ളത് കൊണ്ടാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം കറക്റ്റ് ആണ്? അത് നമ്മളുടെ നമ്മുടെ നാട്ടിലെ സിസ്റ്റം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. പിന്നെ പേയ്മെന്റിന്റെ കാര്യത്തിലും വ്യത്യാസമുണ്ടല്ലോ. പൈസ ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്ന് വെച്ചാൽ പെട്ടെന്ന് സെറ്റിൽ ആവണം, അടിച്ചു പൊളിച്ച്. പണ്ടത്തെ പോലെ ത്യാഗം സഹിക്കാനൊന്നും ആർക്കും. പക്ഷെ അതോടൊപ്പം അവർക്ക് പണ്ടത്തെ കുട്ടികളുടെ പോലെ ഞങ്ങൾക്കൊക്കെ ഇപ്പൊ ഒരു റെസിലിയൻസ് ഉണ്ട്. എന്ത് വന്നു കഴിഞ്ഞാലും പിടിച്ചു നിൽക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അത് ഇന്നത്തെ കുട്ടികൾക്ക് എങ്ങനെ പിടിച്ചു നിൽക്കും. അപ്പൊ ഞങ്ങളായിരുന്നു മോശക്കാര്. മോശം പക്ഷെ കുറെ കാര്യത്തിൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് ചില ഡിഫിക്കൽട്ടീസ് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ കുട്ടികളിൽ, അപ്പോൾ മുതിർന്നവര് പോട്ടെ, കുട്ടികളിൽ സ്ഥിരം കണ്ടിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ സൂയിസൈഡൽ തോട്ട്സ് ഒക്കെ കൂടിയിട്ടില്ലേ കുട്ടികളിലോ? ടീനേജിലൊക്കെ കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ. ഫാമിലിയില് ശരിക്കും ഒരു അറ്റൻഷൻ കിട്ടാനും അല്ലെങ്കിൽ പാരന്റ്സ് കൂടുതൽ സമയം കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യാണ്ടാണ് അവർക്ക് അഫെയർ ആയിട്ടും അവർക്ക് ഷെയർ ചെയ്യാനൊക്കെ ഒരാൾക്കാർ വേണ്ടിയിട്ടാണല്ലോ. ഈ സ്കൂളിലൊക്കെ ഇപ്പം ഒരുപാട് കേസസ് അങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വരുന്നുണ്ട്. ടീനേജേഴ്സ് ഈ ലവ് അഫെയർ അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് കാരണം പഠിക്കാൻ പറ്റായിക. പിന്നെ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെ കാര്യം പറയുകയാണെങ്കിൽ, അത് ഞാൻ ഒരു ജെൻഡർ ഡിഫറൻസ് വെച്ചിട്ട് പറഞ്ഞതല്ല. കാരണം നമ്മുടെ നാട്ടില് സ്ത്രീകളുടെ അവസ്ഥ ഇപ്പോഴും പുരുഷന്മാർ വെച്ച് നോക്കുമ്പോൾ ബഹുദൂരം പിന്നിലാണ്. അവിടെ നമ്മൾ കാണുന്നൊരു സംഗതി, ഒരു അഫെയറിൽ ചെന്ന് പെടുന്ന തന്നെ പറയണം. ഒട്ടുമിക്ക പെൺകുട്ടികളും നല്ല ബന്ധങ്ങൾ നോക്കുന്നവരുണ്ട്. അല്ലാതെ ഒട്ടുമിക്ക പെൺകുട്ടികളും ഒന്നുകിൽ കഞ്ചാവ് കേസ്, പണിയില്ലാത്തവര്, പഠിപ്പില്ലാത്തവര്, അറ്റ്ലീസ്റ്റ് സൗന്ദര്യം പോലും ഇല്ലാത്തവരൊക്കെയാണ് ഇവർ പോയി കഴിഞ്ഞിട്ട് പ്രേമിക്കുക. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കുറെയൊക്കെ അവരൊരു പ്രായത്തിന്റെ അവർക്ക് അറിവില്ലായ്മയാണ്. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ അവര് ചാറ്റ് ചെയ്യുന്നു, പിന്നെ നേരിട്ട് കാണുന്നു, അങ്ങനെയൊക്കെ ആയിട്ട്. മാതാപിതാക്കളോടുള്ള പകരം വീട്ടലുണ്ടോ? പകരം വീട്ടൽ എന്നല്ല, അവർക്ക് അറിയില്ല അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണമെന്ന്. ഇപ്പോ ഒരു കുട്ടി
ബുദ്ധി വരുന്ന, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 വയസ്സ് മുതൽ ആ കുട്ടിക്ക് ഒരു 15 വയസ്സ് വരെ, ആ സമയത്തൊക്കെയാണല്ലോ നമ്മൾക്ക് അവരുടെ കയ്യിൽ കിട്ടുക. ഓരോ ഘട്ടത്തിലും നമ്മൾ ആ കുട്ടിയെ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പൊ 2 വയസ്സായ കുട്ടി ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുന്നു, ആ കുട്ടിക്ക് ജങ്ക് ഫുഡ് മാത്രം മതി, അതിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ആദ്യം നമ്മൾ ഫാമിലിയിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാം. അപ്പൊ ആ കുട്ടി ഇനീഷ്യലി ഒക്കെ ആ കുട്ടിക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടം ഫ്രൈഡ് ചിക്കൻ അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ്. അപ്പം ഇപ്പൊ നമ്മളൊരു പൊടിയരിക്കഞ്ഞി കൊടുക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആയിരിക്കും നമ്മൾ കൊടുക്കുക, സൈഡ് ഡിഷായി കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ബാക്കി ഇപ്പൊ നമ്മളൊരു ചോറ് അല്ലെങ്കിൽ പച്ചക്കറികളൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടമല്ല. അഡിക്വേറ്റ് ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഡിഫറെന്റ് പാറ്റേൺസിലോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സിലോ ഒക്കെ ഉണ്ടാക്കി ആ പ്രസന്റേഷനൊക്കെ ഒന്ന് നമ്മൾ മോഡിഫൈ ചെയ്യുക. പിന്നെ നമ്മൾ അവർക്കൊരു റുട്ടീൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള ദിവസമൊക്കെ ഇത് കഴിച്ചാൽ നമുക്ക് വീക്കെൻഡ് നമുക്ക് പുറത്ത് പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. ഇൻസെന്റീവ് സിസ്റ്റം കൊണ്ടുവരും. അപ്പൊ അവർക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ഓക്കെ, ഞാൻ ഇന്ന ഹാബിറ്റ്സ് ഫോളോ ചെയ്താൽ എനിക്ക് ഇന്ന ദിവസം ഇത് ചെയ്യാൻ പറ്റും. ചില കുട്ടികൾക്ക് ഇപ്പം നമ്മുടെ അടുത്ത് വരുന്നപ്പം സെൻസിറ്റിവിറ്റി, അങ്ങനെ ചില കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ചില ടെക്സ്ചേഴ്സ് പറ്റാത്തതുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ സെൻസറി ഇഷ്യൂസ് ഒക്കെ കാരണം ഉണ്ടാവും. സെൻസറി ഇഷ്യൂസ് എന്ന് വെച്ചാൽ നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയില്ലേ, അപ്പം അതിൽ ചിലർക്ക് ചില ഓട്ടിസം അങ്ങനത്തെ കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ചോറ് പറ്റില്ല, അല്ലെങ്കിൽ സ്റ്റിക്കി ആയിട്ടുള്ള ഫുഡൊന്നും അവർക്ക് പറ്റില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ചോറ് തിന്നില്ലെങ്കിൽ അതെന്തോ വലിയ അപരാധമാണ്. ഇപ്പൊ ചില കുഞ്ഞുങ്ങൾക്ക് കറി ഒഴിച്ച് അത് കുഴച്ച് അതിന്റെ ആ ഒരു മണമൊന്നും അവർക്ക് പറ്റുണ്ടാവില്ല. അപ്പം അത് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടോന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. സിബ്ലിംഗ് റൈവൽറി ഇപ്പൊ ഒരു പ്രോബ്ലം ആണല്ലോ. ധാരാളം നമ്മുടെ വീട്ടിൽ തന്നെയാണല്ലേ നല്ല എക്സാമ്പിൾ. അതിന്റെ ഒരു സംഗതി എങ്ങനെ പറയാ? ഇപ്പൊ സിബ്ലിംഗ് റൈവൽറി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് നമ്മളുടെ സഹോദരങ്ങളോട് തോന്നുന്ന ഒരു അകാരണമായിട്ടുള്ള ഒരു ശത്രുതാ മനോഭാവം, അല്ലെ? അതെങ്ങനെയാ ഉണ്ടാവുന്നത്? പാരന്റ്സ് ചിലപ്പം ഇപ്പം ഒരു കുട്ടിക്ക് അറ്റൻഷൻ കൊടുക്കാതെ ഒരു കുട്ടീനെ മാത്രം കെയർ ചെയ്ത്, അല്ലെങ്കിൽ കൊടുത്തിരുന്ന അറ്റൻഷൻ മൊത്തം അടുത്ത കുട്ടിക്ക്, അതെ, അങ്ങനെയും ഉണ്ടാവുമ്പോൾ ആ ഒരു സിബ്ലിങ്സ് തമ്മിൽ ഉണ്ടാവുന്ന ഒരു കോൺഫ്ലിക്ട് അത് കുറച്ച് കഴിയുമ്പോൾ മാറും. അപ്പൊ നമ്മൾ ആ കുഞ്ഞുങ്ങൾക്ക് ഈക്വൽ ആയിട്ട് ഒരു അറ്റൻഷൻ കൊടുക്കുക. നമ്മളൊരു ഫാമിലി ടൈം സെറ്റ് ചെയ്യുക, ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ, അതായത് ഒരുമിച്ച് വെൽ ഔട്ടിങ് അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, ഷെയറിങ് പഠിപ്പിക്കുക. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? സാധാരണ നമ്മൾ പറയും ഈ ഇളയവനെ അല്ലെങ്കിൽ ഇളയവളെ നോക്കേണ്ടത് മൂത്തയാളുടെ ചുമതലയാണ്, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നീ ചെയ്യുന്നത് മോശമാണ്, നീ അങ്ങനെ ഒച്ചെടുക്കാൻ പാടില്ല, അവനോ അവളോ ചെറുതല്ലേ. അങ്ങനെ ആ ഒരു അപ്രോച്ച് ശരിയാണോ? ഇല്ല, എപ്പോഴും നമ്മൾ ആ മൂത്ത കുട്ടീനെ ബ്ലെയിം ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇളയ കുട്ടീനോട് ഒരു ദേഷ്യമായിരിക്കും. ഇളയ കുട്ടീനോട് മാത്രമല്ല, ആ കുട്ടിക്ക് അവനവനെ കുറിച്ചിട്ടും ഒരു, അതെ, അവർക്ക് ആ ഒരു ഉള്ളിലൊരു ട്രോമ ആയിരിക്കും അത്. ഞാനത്ര പോരാന്നുള്ളൊരു, എന്നെ പാരന്റ്സിന് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവൻ കാരണമാണെന്ന് വെച്ചാൽ എത്രയും കാലം മൂത്ത കുട്ടീനെയാണ് ഇവര് കെയർ ചെയ്തിരുന്നത്. ഇപ്പൊ ഒരു ഇളയ കുട്ടി വന്നാൽ ചില പാരന്റ്സിന് രണ്ടുപേരെയും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ വീട്ടിൽ തന്നെ ശ്രദ്ധിക്കണം. കാരണം ഇപ്പൊ നമ്മള് പാരന്റൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ ചില പാരന്റ്സിന്റെ തെറ്റിദ്ധാരണ ഉണ്ട് എന്ന് വെച്ചാൽ, ഓക്കെ എന്റെ കുട്ടി തെറപ്പിക്ക് പോകുന്നു, അപ്പൊ കുട്ടി സെറ്റ് ആവും, എനിക്ക് ഇങ്ങനെ തന്നെ തുടരാം, കാരണം എനിക്കൊന്നും ചെയ്യണ്ട, ഓക്കെ ഞാൻ പൈസ കൊടുക്കുന്നു, തെറപ്പി എടുക്കുന്നു, ഓക്കെ. പക്ഷെ ഇവരിപ്പോ നമ്മുടെ കൂടെ ഒരു 1 hour അല്ലെങ്കിൽ ഒരു 45 minutes ആണ് ഉണ്ടാവുക. ബാക്കി 23 hours കുഞ്ഞുങ്ങള് പാരന്റ്സിന്റെ കയ്യിലാണ്. അപ്പൊ പാരന്റ്സിനാണ് മേജർ റോള്. പാരന്റ്സിനോട് പറയുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്താ? അവര് ചില പാരന്റ്സ് ചെയ്യാറുണ്ട്, ഹോം പ്രോഗ്രാം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാറുണ്ട്, റെഗുലർ ആയിട്ട് സെഷൻ എടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ നല്ല ഇംപ്രൂവ്മെന്റ്സ് കുട്ടികളിൽ ഉണ്ടാവും. പക്ഷെ ചില പാരന്റ്സ് നല്ല മടിയന്മാരാണ്, അത് നമുക്ക് പറയാൻ. അംഗീകരിക്കാത്തവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള, ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ള ജോലിയാണ് കുട്ടികളെ വളർത്തുക എന്ന് പറയുന്നത്, പാരന്റിങ്, അല്ലേ? പക്ഷെ ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ നമ്മൾക്ക് കിട്ടുന്ന ഒരു ജോലി കൂടിയാണ്. ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ പണ്ട് പറയുമായിരുന്നു, എൻ്റെ വൈഫിനോട് പറയുമായിരുന്നു, വാട്ട് എവർ കുട്ടി എന്ത് ചെയ്താലും, എന്ത് തെറ്റ് ചെയ്താലും, എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും, ഈവൻ ഒരു അഫെയർ ഉണ്ടായാലും, അതുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഐ വിൽ ബി അക്സെപ്റ്റിംഗ്. എന്ന് വെച്ചാൽ അക്സെപ്റ്റിംഗ് എന്നാണ് പറഞ്ഞത്. ഒരു സ്വീകാര്യതയുള്ള മനസ്സുണ്ടാകും, ഞാനത് കേൾക്കും, എന്താണ് പ്രശ്നം എന്നുള്ളത് കേൾക്കും, കേട്ടതിന് ശേഷം അതിൻ്റെ പരിഹാരം നോക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് പലരും അത് കേൾക്കുമ്പോൾ അവർ വിചാരിക്കാം മോൾ എവിടെ പോയാലും കുഴപ്പമില്ല, അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടാവുക. നമ്മുടെ അഴിച്ചുവിട്ടേക്കാണ്, അതാണ് ജനറലി അങ്ങനെ പറയുന്നത്. ഒരിത്തിരി കുട്ടി ഒന്ന് ഇൻഡിപെൻഡന്റ് ആയി നടന്നു തുടങ്ങിയാൽ നമ്മുടെ നാട്ടുകാര്
ആ കുട്ടീനെ ആ വീട്ടുകാരും കുറ്റം പറയും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് വെച്ചാൽ ഇപ്പൊ ബാംഗ്ലൂര് ഞങ്ങൾ താമസിക്കുമ്പോൾ എൻ്റെ മോള് ഭയങ്കര സ്മാർട്ടായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഒരു 5 വർഷം നാട്ടിൽ നിന്ന് 5 വർഷം കൊണ്ട് സങ്കോചമായി, പേടിയായി, ഭയമായി, ഇതായി. അതിലേറ്റവും കൂടുതൽ അവളെ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന സംഗതി. അതിന്റെ കൃത്യമായിട്ടുള്ളത് എനിക്കറിയാം. കാരണം ഞാനും ഇത് കുറെ കേട്ടിട്ടുള്ളത്. പഠിക്കാൻ മാത്രമേ പറ്റൂ, വേറെ ഒന്നും പറ്റില്ല എന്നും പറഞ്ഞു കേട്ട്. അതെന്തുകൊണ്ടാണ് പാരന്റ്സ് തന്നെ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതാണോ, അവർക്ക് അറിവില്ലാഞ്ഞിട്ടാണോ? കുറെ പാരന്റ്സിന്റെ ഫ്രസ്ട്രേഷൻ ഒരു ഫാക്ടർ തന്നെയാണ്. പകുതി ശതമാനം അച്ഛന്മാര് നല്ലോണം ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ചില അച്ഛന്മാര് അവരുടെ ജോലി തിരക്ക് കാരണം എല്ലാ സ്ട്രെസ്സും അമ്മമാരിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ വീട്ടു ജോലികളായിക്കോട്ടെ, കുട്ടികളെ കാര്യങ്ങൾ, കുട്ടികളെ പഠിപ്പിക്കണം. പിന്നെ വർക്കിംഗ് പാരന്റ്സ് ആണെങ്കിൽ ഒന്നും കൂടി സ്ട്രെസ്. പാരന്റ്സും കുട്ടികളും തമ്മിൽ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് പോവുകയാണെങ്കിൽ എല്ലാം ഷെയർ ചെയ്യുന്നതായാലും കൗൺസിലിംഗ് ഒക്കെ എടുക്കാമല്ലോ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈവൻ കൗൺസിലിംഗ് അങ്ങനത്തെ കാര്യങ്ങള് നാണക്കേടാണ്. ആൾക്കാരെന്ത് വിചാരിക്കും? സ്വന്തം മനസ്സിനെ ഫേസ് ചെയ്യലാണ് മനുഷ്യനെ നിരായുധനാക്കുന്ന സംഭവം. അതുപോലെ നമ്മളിപ്പോൾ 7 വയസ്സിലാണ്, 7 വയസ്സ് 8 വയസ്സ് 9 വയസ്സിലെത്തി നിൽക്കുകയാണ്. ഈ വയസ്സിലുള്ള കുട്ടികൾക്ക് വരുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്, വെർച്വൽ ഓട്ടിസം. ഞാൻ ഈ അടുത്ത് വളരെ മിടുക്കനായിട്ടുള്ളൊരു കുട്ടിയെ കണ്ടു. പക്ഷെ അവന് വെർച്വൽ ഓട്ടിസമാണ്. അവന് സംസാരിക്കുമ്പോൾ അതെന്തുകൊണ്ടാണ് വരുന്നത്? ഇതെല്ലാവരും കൃത്യമായിട്ട് കേൾക്കേണ്ട ഒരു സംഗതിയാണ് കേട്ടോ. കാരണം നമ്മളുടെ തിരക്കൊഴിവാക്കാനായിട്ട് നമ്മളൊരു ടാബ് എടുത്ത് അവരുടെ കയ്യിൽ കൊടുക്കും. അതുകൊണ്ട് വരുന്ന ദൂഷ്യങ്ങൾ അല്ലെ, അതിലൊന്നല്ലേ വെർച്വൽ ഓട്ടിസം? വെർച്വൽ ഓട്ടിസം എന്നുള്ളൊരു കണ്ടീഷൻ നമ്മളിപ്പം ഒരു ടേം ഇപ്പൊ ജനറലി എല്ലാവരും പറഞ്ഞു വരുന്നതാണ്. അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു ടാബിന്റെ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സിന്റെ യൂസ് കാരണം അവര് ഇന്ററാക്ഷൻസ് കുറഞ്ഞ് അവരുള്ള സ്കിൽസ് അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. സംസാരം കുറയും. സംസാരം, അതുപോലെ അവര് ഉള്ള അറ്റൻഷൻ ലെവൽ കുറയുന്നു. ബിഹേവിയേഴ്സ് ഒക്കെ ദേഷ്യം കൂടുന്നു. ഈവൻ കുട്ടികളെന്നല്ല, ആ കുട്ടി ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ അതായത് സ്റ്റീരിയോടിപ്പിക്കൽ ബിഹേവിയേഴ്സ് പോലെയൊക്കെ കാണിക്കും. അപ്പൊ അവര് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ ടാബുമ്മിൽ ഇങ്ങനെ ഇതാക്കി കാണിക്കുക, അങ്ങനെ ഉറക്കത്തിലൊക്കെ അങ്ങനെ കാണിക്കുന്നു. അപ്പൊ അതുകൊണ്ട് വരുന്ന ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാ? പിന്നെ അതിപ്പോ ആ കുട്ടിയുടെ ഇപ്പൊ നല്ലൊരു കുട്ടിയായിരിക്കാം, മേ ബി ക്ലാസ്സിലൊക്കെ നന്നായി പഠിക്കുന്ന കുട്ടി. ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ അവർക്ക് ഗാഡ്ജറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വേറൊന്നും ചെയ്യണമെന്നില്ല. ഈ ഒരു വിർച്വൽ വേൾഡിലാണ് അവര് ജീവിക്കുന്നത്. അപ്പൊ അത് ആ കുട്ടിയുടെ ഓവറോൾ ലൈഫിനെ എഫക്ട് ചെയ്യും. മറ്റുള്ളവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഇല്ല അവർക്ക്. ഇതിപ്പം കുട്ടികളെന്നല്ല, അഡൾട്ട് ആയാലും അങ്ങനെ എല്ലാവർക്കും ദേഷ്യം കൂടുന്നു. ഫോണില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഒരു 1 hour 2 hour ഈവൻ ഫോണില്ലാതെ ഈവൻ നമ്മളായാലും ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെക്ക് ചെയ്തിട്ടായിരിക്കില്ല അവരുടെ. ഇപ്പൊ ഗ്രാൻഡ് പാരന്റ്സ് അങ്ങനെ ആയി. മൊബൈൽ കൊണ്ട് നമുക്ക് ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്. ഇപ്പം ഒരു നല്ലൊരു റുട്ടീൻ വെച്ച് കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുത്താൽ നമുക്ക് കുഴപ്പമില്ല. കാരണം ഈവൻ ഇപ്പൊ ക്ലാസ് റൂംസിലായാലും കുറെ വീഡിയോസ് ത്രൂ ആണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പം അതൊക്കെ നമുക്ക് എല്ലാം മോഡറേഷൻ ലെവലിൽ കൊടുത്താൽ കുഴപ്പമില്ല. മോഡറേഷൻ എന്ന് പറയുമ്പോൾ ഡെയിലി എത്ര മണിക്കൂർ?